ആരാണ് കുലദേവത എന്ന് നമ്മൾ ഒരുപാട് ചർച്ച ചെയ്യുന്നതാണ്. പക്ഷെ എങ്ങനെയാണ് കുലദേവതയെ നമ്മൾ തിരിച്ചറിയുന്നതും അല്ലെങ്കിൽ നമ്മുടെ അഭിവൃദ്ധിക്ക് വേണ്ടിയിട്ട് അതിനെ ഉപയോഗിക്കാനും കഴിയുന്നത് എങ്ങനെയാണ്? ശക്തിയുടെ ജനുസും ഈ പുറത്തേക്ക് വരാൻ നിൽക്കുന്ന ആളിൻ്റെ ജനുസും. ഇവിടെ ചിലർ വന്ന് പറയും, ഞങ്ങൾ 7 മക്കളുണ്ട്, അതിൽ എനിക്ക് മാത്രമേ ഉള്ളൂ ഇത്രയും കഷ്ടപ്പാടും ദുരിതവും, ബാക്കി എല്ലാവരും നല്ല നിലയിലാണ് ഇരിക്കുന്നത്. ശക്തി നശിക്കില്ല, ശക്തി ക്ഷയിക്കും. ഈ മനുഷ്യാത്മാക്കൾ പ്രേതരൂപത്തിലാവും, ചിലത് മാത്രം മൂർത്തികളുടെ രൂപത്തിലാവും, മന്ത്രമൂർത്തി, യോഗീശ്വരൻ ഇങ്ങനെയൊക്കെ വരുന്ന ആൾക്കാരുണ്ടാവും. അത് കുറച്ച് പേര് മൂർത്തിയാവും. പിന്നെ ഈ ദേവതേനെ പിടിച്ച് മൂർത്തി എന്നുള്ള രീതിയിൽ സംസാരിക്കുന്നത് തെറ്റാണ്. ശിവൻ യോഗീശ്വരൻ തന്നെയാണ്, അത് എല്ലാ യോഗികൾക്കും മേലെയാണ്, അല്ലേ? അല്ലാന്നുണ്ടോ? സകല ദൈവികതയ്ക്കും ഈശ്വരീയതയ്ക്കും മേലെയാണ് സാക്ഷാൽ മഹേശ്വരൻ. എന്നെ ഒന്നുകിൽ ഉൾക്കൊള്ളണം, അല്ലെങ്കിൽ കൈക്കൊള്ളണം, അല്ലെങ്കിൽ എന്നെ ഒഴിവാക്കണം. എങ്ങനെയാണ് അവരെ കുലദേവരെ അറിയിച്ചു കൊടുക്കുന്നത്? അത് അറിയിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞാൽ അമ്മയുടെ മുന്നിൽ അവരെത്തുമ്പോൾ അവരുടെ കൂടെ അവരുടെ കുലദേവതയും വരുന്നുണ്ട്. ഈ ബാധാദോഷങ്ങൾ മാത്രമല്ല, അപ്പൊ അതിനപ്പുറത്തേക്ക് ഇപ്പോ കണ്ണേറ് അല്ലെങ്കിൽ കൈവിഷമുണ്ട്, ഇത്തരത്തിലുള്ള വിഷയങ്ങൾ എങ്ങനെയാണ് മാറ്റി കൊടുക്കുന്നത്? അവിടെ ഇവിടെ വരുന്നവര് ചിലര് പറഞ്ഞാൽ ഇപ്പൊ അന്യദേശത്തിരിക്കുന്നവര് മക്കളെ വിളിച്ചിട്ട് പറയാമ. അതേപോലെ തന്നെ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ കൂടുതൽ ചർച്ച ചെയ്തതും അതുമായി ബന്ധപ്പെട്ട് ആളുകൾ കൂടുതൽ അമ്മയെ തേടി വന്നതും എന്ന് പറയുന്ന വിഷയം കുലദേവതയാണ്. അപ്പോൾ ആരാണ് കുലദേവത എന്ന് നമ്മൾ ഒരുപാട് ചർച്ച ചെയ്തതാണ്. പക്ഷെ എങ്ങനെയാണ് കുലദേവതയെ നമ്മൾ തിരിച്ചറിയുന്നതും അല്ലെങ്കിൽ നമ്മുടെ കുലദേവതയെ നമ്മളിലേക്ക് ഒരു പൂജയോ വലിയ ഇപ്പോൾ നമുക്കറിയാം, ഒരു കുലദേവതയെ തിരിച്ചു കൊണ്ടുവരാൻ അല്ലെങ്കിൽ ഒരു ക്ഷേത്രം കെട്ടി കൊണ്ടുവരാനോ ഒന്നുമില്ല, കഴിയാത്ത ഒരു സാഹചര്യം. അപ്പോൾ എങ്ങനെയാണ് നമ്മളിലേക്ക് ആ ചൈതന്യത്തെ കൊണ്ടുവരാനും നമ്മുടെ അഭിവൃദ്ധിക്ക് വേണ്ടിയിട്ട് അതിനെ ഉപയോഗിക്കാനും കഴിയുന്നത് എങ്ങനെയാണ്? ഉണ്ണി, നമ്മളെ കുലദേവത എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ഇതിൽ ഒന്ന് സ്പർശിച്ചു പോയി. പക്ഷെ ആദിയിലേ ഉള്ള അവരുടെ പൂർവികർ വെച്ച് ആരാധിച്ച ദൈവിക ശക്തികളെയാണ്, ഈശ്വരീയ ശക്തികളെയാണ് കുലദേവതകൾ എന്ന് പറയുന്നത്. അപ്പോൾ അവർ ഇങ്ങനെ ഓരോ തലമുറ വരുമ്പോഴത്തേക്കും തലമുറയിലൂടെ തന്നെ അവർ സഞ്ചരിക്കും. പക്ഷെ ആരിലൂടെ പുറത്തേക്ക് വരണം എന്നുള്ളത് ആ ശക്തിയുടെ ജനുസും ഈ പുറത്തേക്ക് വരാൻ നിൽക്കുന്ന ആളിൻ്റെ ജനുസും. ഇവിടെ ചിലർ വന്ന് പറയും, ഞങ്ങൾ 7 മക്കളുണ്ട്, അതിൽ എനിക്ക് മാത്രമേ ഉള്ളൂ ഇത്രയും കഷ്ടപ്പാടും ദുരിതവും, ബാക്കി എല്ലാവരും നല്ല നിലയിലാണ് ഇരിക്കുന്നത്. ഞങ്ങൾ എത്ര കഷ്ടപ്പെട്ട് മുന്നോട്ട് പോകാൻ നോക്കിയാലും നമുക്ക് എത്തിപ്പെടുന്നില്ല. ഞങ്ങൾ കുറേ ചെയ്തു നോക്കി, പല കുഞ്ഞ് പറഞ്ഞതുപോലെ പല മാന്ത്രികങ്ങളും എല്ലാം ചെയ്തു നോക്കി, പക്ഷേ നേരെ ആകുന്നില്ല. അപ്പോൾ അവരുടെ കുലദേവതയുടെ അവസ്ഥ, കാരണം നൂറ്റാണ്ടുകൾ പഴക്കമുണ്ട്. പൂർവികരായിട്ട് വെച്ച് വാഴിച്ച ആ ശക്തി നശിക്കില്ല, ശക്തി ക്ഷയിക്കും. കാരണം അവരുടെ പരമ്പരയായിട്ടുള്ള ആ ആത്മാക്കളെല്ലാം ഈ ശക്തിയോട് ചേർന്നാണ് വരുന്നത്. അതാണ് ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ ദൈവികതയിൽ ലയിക്കുന്നതാണ് സ്വർഗത്തിൽ വസിക്കുക എന്ന് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ആ ശക്തിയോട് ചേർന്ന് വരുമ്പോൾ ശക്തിക്ക് ഈ മനുഷ്യാത്മാക്കൾ പ്രേതരൂപത്തിലാവും, ചിലത് മാത്രം മൂർത്തികളുടെ രൂപത്തിലാവും, മന്ത്രമൂർത്തി, യോഗീശ്വരൻ ഇങ്ങനെയൊക്കെ വരുന്ന ആൾക്കാരുണ്ടാവും. അത് കുറച്ച് പേര് മൂർത്തിയാവും. പിന്നെ ഈ ദേവതേനെ പിടിച്ച് മൂർത്തി എന്നുള്ള രീതിയിൽ സംസാരിക്കുന്നത് തെറ്റാണ്. മൂർത്തിയല്ല. മൂർത്തികളെന്ന് പറയുന്നത് ആദ്യം മനസ്സിലാക്കേണ്ടതാണ്. എല്ലാവരും ഈ മനുഷ്യൻ ദൈവത്തെ ആരാധിച്ച് അവർ മരിച്ചു കഴിയുമ്പോൾ അവർക്ക് കിട്ടുന്ന ഒരു സ്ഥാനം പേരാണ്, പട്ടമാണ് അവർക്ക് കിട്ടുന്ന ഒരു സ്ഥാനം. അതായത് നമ്മളിപ്പോൾ കുട്ടികൾ പഠിക്കാൻ അയച്ചു കഴിഞ്ഞാൽ പാസ്സായി വരുമല്ലോ, പഠിച്ച് പാസ്സായി എന്ന് പറഞ്ഞതുപോലെ അവരെ മന്ത്രം പഠിക്കുന്ന ആൾ മന്ത്രമൂർത്തിയാകുകയും ഹോമയാഗാദി കർമ്മങ്ങൾ നടത്തുന്ന ആൾ യോഗീശ്വരനാകുകയും തീരുക. പിന്നെ ചിലർ ഭയങ്കരമായിട്ട് തർക്കിക്കും, യോഗീശ്വരൻ എന്ന് പറയുന്നത് സാക്ഷാൽ ശിവനാണ്. ശിവൻ യോഗീശ്വരൻ തന്നെയാണ്, അത് എല്ലാ യോഗികൾക്കും മേലെയാണ്, അല്ലേ? അല്ലാന്നുണ്ടോ? സകല ദൈവികതയ്ക്കും ഈശ്വരീയതയ്ക്കും മേലെയാണ് സാക്ഷാൽ മഹേശ്വരൻ, പ്രപഞ്ചത്തിൻ്റെ നാഥനാണ്. അപ്പോൾ ഈ കിട്ടുന്ന വരങ്ങൾ, ദൈവിക ഈശ്വരീയതയിൽ നിന്നും കിട്ടുന്ന വരങ്ങളിലൂടെയാണ് മൂർത്തികൾ ഉണ്ടായത്. അപ്പോൾ ഈ ശക്തികൾ ആരിലാണോ വന്നെത്തി നിൽക്കുന്നത് അവർക്കായിരിക്കും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാകുന്നത്. കാരണം ആ ബുദ്ധിമുട്ട് ശക്തിയല്ല ഉണ്ടാക്കുന്നത്, ശക്തിക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് ഇവരിലൂടെ പുറത്തു വരികയാണ്. മനസ്സിലാകുന്നുണ്ടോ? ഇങ്ങനെ അവരിലൂടെ പുറത്തു വരുമ്പോഴാണ് അവർക്ക് ബോധ്യം വരുന്നത്, ഇതിലെന്തോ ഉണ്ട്, എന്നിലെന്തോ വന്നെത്തി നിൽക്കുന്നുണ്ട്, എനിക്കിത് തിരിച്ചറിയണം എന്നുള്ള ആ ഒരു തീക്ഷ്ണതയോടുകൂടെ അവർ ഓടും. മറ്റേ ആൾ കൂടെ ഓടുകയാണ്.
എന്നെ തിരിച്ചറിയണം, എന്നെ ഒന്നുകിൽ ഉൾക്കൊള്ളണം, അല്ലെങ്കിൽ കൈക്കൊള്ളണം, അല്ലെങ്കിൽ എന്നെ ഒഴിവാക്കണം. ഒഴിവാകേണ്ട സമയമാണെങ്കിൽ ഒഴിവാക്കണം, അല്ല കൈക്കൊള്ളേണ്ടതാണെങ്കിൽ കൈക്കൊള്ളണം. ഇവിടെ വരുന്നവരെല്ലാം കൈക്കൊണ്ടിട്ടാണ് പോകണം. കാരണം കുലദേവതയെ കുറിച്ച് അവർക്ക് വിശദമായി അറിയുമ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമാണ് ഉണ്ടായത്. മനസ്സിലാകുന്നു. മറ്റു രാജ്യങ്ങളിലിരുന്ന് വരെ അവർ വരുന്നുണ്ട്. എങ്ങനെയാണ് അവരെ കുലദേവതയെ അറിയിച്ചു കൊടുക്കുന്നത്? അത് അറിയിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞാൽ അമ്മയുടെ മുന്നിൽ അവരെത്തുമ്പോൾ അവരുടെ കൂടെ അവരുടെ കുലദേവതയും വരുന്നുണ്ട്. അപ്പോൾ രണ്ടല്ല, അവരുടെ കൂടെ തന്നെ ഉണ്ടാകുന്ന ആളെ ഇതാണ് നിങ്ങളുടെ കുലദേവത എന്ന് അങ്ങോട്ട് പറഞ്ഞ് മനസ്സിലാക്കിച്ചു കൊടുക്കുക. അവരുടെ രീതികൾ ഇന്നതാണ്. അപ്പൂപ്പന്മാരെന്തായിരുന്നോ കൊടുത്തിരുന്നത്, ആദ്യകാലങ്ങളിൽ കപ്പയും കാവത്തും ഒക്കെയാണ് കൊടുക്കുക. ഇളനീരോ അല്ലെങ്കിൽ അവരുടെ വീട്ടിനകത്തുണ്ടാക്കുന്ന സാധനങ്ങളാണ് കൊടുക്കുക. അതിന് പകരം ഇപ്പോൾ ഓരോരുത്തർ പെട്ടെന്ന് കുലദേവതയെ കണ്ടെത്തിയിട്ട്, ചിലർ കുലദേവതയെ ക്ഷേത്രം വെച്ചിരുത്തിയിട്ട് അവർ വീണ്ടും വരുന്നുണ്ട്. ക്ഷേത്രം വെച്ചിരുത്തിയിട്ടും അത് ശരിയായ രീതിയിലാവുന്നില്ല. പോറ്റിമാരെ കൊണ്ട് ഞങ്ങൾ പൂജ എടുപ്പിക്കുന്നുണ്ട്, പക്ഷെ അത് കൈക്കൊള്ളുന്നില്ല. അതെന്താ കാര്യം? അപ്പോൾ വീണ്ടും നമുക്ക് ബുദ്ധിമുട്ടുകൾ വരുത്തുന്നുണ്ട്. അപ്പോൾ ബുദ്ധിമുട്ടുകൾ വരുത്തുന്നതല്ല, നിങ്ങൾ സ്വയം വരുത്തിയതാണ്. കാരണം നിങ്ങൾ കൊടുക്കേണ്ട സ്ഥാനത്ത് മറ്റൊരാളെ കൊണ്ട് കൊടുപ്പിക്കുകയാണ്. നമ്മൾ മന്ത്രത്തിലല്ല കപ്പ വേവിച്ചിട്ട് കൊടുക്കുക, ആണോ? കപ്പ വേവിച്ചിട്ട് നമ്മൾ കഴിക്കുമ്പോൾ ഇതാണുള്ളതെന്ന് മുത്തശ്ശി ഇത് കഴിക്കുക, അല്ലെങ്കിൽ മുത്തശ്ശ ഇത് കഴിക്കുക, വല്യച്ഛ. ചിലർ പറയും ഇവിടെ വന്നിട്ട് ഞങ്ങളുടെ ശിവൻ എന്ന് പറയുന്ന വല്യച്ഛനാണ്. അതെ, അവർക്ക് വല്യച്ഛനായിരുന്നു. എൻ്റെ വല്യച്ഛ എന്ന് വിളിച്ചു കഴിഞ്ഞാൽ വല്യച്ഛൻ വിളിയേക്കുന്നുണ്ട്. അപ്പൊ അത്രയും ആത്മബന്ധം വേണം, ആത്മാവിൽ ഉണ്ടാകുന്ന ബന്ധം. അതല്ല ആത്മീയത. ഈ ആത്മാവിൽ ഉണ്ടാകുന്ന ബന്ധം എന്ന് പറയുന്നത് ഈശ്വരനും മനുഷ്യനും തമ്മിൽ വേർപിടാത്ത ബന്ധമാണ്. അതാണ് അനുഗ്രഹം എന്ന് പറയുന്നത്. മനസ്സിലാകുന്നുണ്ട്. അപ്പോൾ അവർക്ക് നേരിട്ട് അവർ കൊടുക്കേണ്ടതിന് പകരം മറ്റൊരാളെ വിളിച്ചിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ അവർക്ക് അറിയാത്ത ഒരാൾ വന്നിട്ട് അറിയാത്ത ഭാഷ പറഞ്ഞിട്ട് ഇത് കഴിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ കഴിക്കുന്നില്ല. അപ്പോൾ അത് നിങ്ങൾ തന്നെ കൊടുക്കുക. നിങ്ങളുടെ വീട്ടിൽ എന്താണോ വെച്ചുണ്ടാക്കി കൊടുത്തത്, പഴയ കാലത്ത് എന്താണോ കൊടുത്തിരുന്നത്, പച്ചവെള്ളമാണ് കൊടുക്കാനുള്ളത്, അല്ല ഒരു വിളക്കും തിരിയാണ് കൊടുക്കാനുള്ളത്. ഇനി ഇതൊന്നും തരാനില്ലേ, ഒരു കട്ടൻ കാപ്പി ഞങ്ങൾ വെക്കണ്ട്, ഇത് കൊടുക്കുക. ഈ അടുത്ത കാലത്ത് ഒരമ്മ ഫോണിൽ കൂടെ വിളിച്ചിട്ട് പറഞ്ഞ കാര്യമാണ്, വീഡിയോയിൽ വന്നിട്ട് സംസാരിച്ചാണ്. അമ്മ, ഞങ്ങളുടെ പൂർവികർ മലയിലായിരുന്നു വസിച്ചിരുന്നത്. മലയിലെ അവിടെ വെച്ച് വാഴിച്ചത് ദുർഗേനായിരുന്നു, മലദൈവമായിട്ട് ദുർഗേനെ. അതിനെ പിന്നെ പിൽക്കാലത്ത് കുറേ ആൾക്കാർ മുകളിലോട്ടൊക്കെ കയറി അവിടെ കുറച്ച് നല്ല പ്ലെയിൻ ഏരിയയൊക്കെ ആയിട്ട് വന്നപ്പോഴത്തേക്കും പൂർവികർ മരിച്ചു പോയപ്പോൾ ഞങ്ങൾ കുറേ പേരെന്ത് ചെയ്തു, നാട്ടുകാർക്ക് അങ്ങ് വെച്ചു, ഞങ്ങളിങ്ങ് പോരുകയും ചെയ്തു. പക്ഷേ എനിക്ക് അതിൻ്റേതായ ബുദ്ധിമുട്ട്, എൻ്റെ സഹോദരനോ സഹോദരിക്കോ അവർക്ക് ആർക്കും ഇല്ല പ്രശ്നം. എനിക്ക്, എൻ്റെ മകൾക്ക്, എൻ്റെ മകന്, എനിക്ക്, എൻ്റെ ഭർത്താവ്, രോഗങ്ങളും ദുരിതങ്ങളും, പിള്ളേർക്ക് ജോലി കിട്ടിയില്ല. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഞാൻ സ്വപ്നം കാണാറുണ്ട്, എൻ്റെ ദേവിയെ സ്വപ്നം കാണാറുണ്ട്. ശ്വാസം മുട്ടൽ അനുഭവപ്പെടുന്നത് ദേവി. പിന്നെ ശരീരം മുഴുവനും ഇങ്ങനെ കെട്ടി വരിഞ്ഞ പോലത്തെ ഒരു അനുഭവം, ഇറുകിയിരിക്കുന്ന പോലത്തെ ഒരു അനുഭവം, ഇങ്ങനെയൊക്കെ പറഞ്ഞു. അപ്പോൾ അത് സംഗതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവർ കൊടുക്കേണ്ടതിന് പകരം ഇവരെന്ത് ചെയ്തു, ഇപ്പോഴുള്ള അച്ഛനമ്മമാരെ കൊണ്ടുപോയി ഇവിടെ ഏൽപ്പിക്കുമല്ലോ, അനാഥാലയത്തിൽ ഏൽപ്പിക്കും പോലെ, നിങ്ങൾ ഞങ്ങൾ പോവുകയാണ്, നിങ്ങൾ അനാഥാലയത്തിൽ ഇരുന്നോളിയും പറഞ്ഞ് കൊടുത്തിട്ട് പോകും. അപ്പോൾ ആ ശക്തി എന്തുമാത്രം ദുഃഖിക്കുന്നുണ്ട്. നമ്മളിൽ ഒരാളായി ജീവിച്ച ശക്തിയാണ്, നമ്മളെപ്പോലെ, ഉണ്ണിയെപ്പോലെ എന്നെപ്പോലെയൊക്കെ ഇവരെ പോലെയൊക്കെ ജീവിച്ച ഒരു ശക്തിയാണ്. അതിനെ അങ്ങോട്ട് കച്ചവടം ചെയ്തിട്ട് ഇങ്ങനെ പോരുക. പക്ഷെ അതിനെ അനുഭവിക്കേണ്ട ബുദ്ധിമുട്ട് ഇവിടെ അനുഭവിക്കുകയാണ്. അവിടെ ക്ഷേത്രം കെട്ടിയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ എങ്ങനെ ഏറ്റെടുക്കുക, എനിക്ക് തിരിച്ച് കിട്ടണം എൻ്റെ അമ്മയെ, എൻ്റെ മുത്തശ്ശി. അപ്പോൾ ഞാൻ അങ്ങോട്ട് ചോദിച്ച ഒരു കാര്യമാണ്, മുത്തശ്ശി ആദ്യം സന്ധ്യ നേരത്തിന് കട്ടൻ കാപ്പി, സാധാരണ കാപ്പിക്കുരു ഇട്ട് കട്ടൻ കാപ്പി ഉണ്ടാക്കി മധുരം ഇല്ലെങ്കിലും ഉണ്ടെങ്കിൽ അത് കൊടുക്കണത് കണ്ടിട്ടില്ലേ ചോദിച്ചു. ഉണ്ട്. അമ്മ അങ്ങോട്ട് ചോദിച്ചു. അപ്പോൾ ഉണ്ട്. പിന്നെ ആ സമയത്ത് കൊടുത്ത ആഹാരങ്ങളുടെ കണക്കുകൾ പറഞ്ഞു കൊടുത്തു. ഇന്ന സമയങ്ങളിൽ ഇന്ന ആഹാരങ്ങൾ, അത് ഞാൻ ചെറുതിലേ കണ്ടിട്ടുണ്ട് അമ്മ. എൻ്റെ മുത്തശ്ശി അനുഗ്രഹിച്ചിട്ടുണ്ട്, അനുഗ്രഹിക്കുമായിരുന്നു ആ വർഷത്തിൽ കാർത്തിക സമയത്ത്. കാർത്തികയാണ് ദുർഗയുടെ നാള്, ആ അനുഗ്രഹിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ അമ്പലത്തിലിരിക്കണതിന് ഞങ്ങൾ ഇനി എന്ത് ചെയ്യണം? ഒന്നും ചെയ്യണ്ട. ഇപ്പോൾ ഈ സമയത്ത്, ഈ സന്ധ്യാസമയത്ത് എന്നെ വിളിക്കുന്ന സമയം 7:45 അവർ ഇതിൽ വീഡിയോ കോളിൽ
അപ്പോൾ ഈ സമയത്ത് കഴിഞ്ഞ ഉടനെ എണീന്നേറ്റ് ഇതാ നിങ്ങളുടെ തൊട്ടടുത്ത് നിങ്ങളുടെ ദേവിയെ കൊണ്ടെത്തിച്ചിട്ടുണ്ട്, കട്ടൻ കാപ്പി വെച്ച് നേദിച്ചോളൂ, ഇനി വീട്ടിലുണ്ടാക്കുന്ന ആഹാരങ്ങൾ കൊടുത്തോളൂ. നിങ്ങളറിയാതെ, ഇവരറിഞ്ഞിട്ടില്ല, ഇവരറിയാതെയാണ് ബാക്കിയുള്ളവർ കൊടുത്തത്. പക്ഷേ ഇവരിലാണ് വന്ന് എത്തി നിൽക്കേണ്ടത് ദേവി. അപ്പോൾ ഇനി ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ മക്കൾക്ക് കൊണ്ട് നടത്താൻ വയ്യാതാവുമ്പോൾ ദേവിയുടെ മൂല സ്ഥാനത്തേക്ക് ദേവി വിലയം പ്രാപിച്ചോളൂ എന്നും അമ്മ കൽപ്പിച്ചു. എവിടെ നിന്നാണോ വന്ന് അവിടേക്ക് പൊക്കോളൂ. അങ്ങനെയാണ്. ഒരു വാക്ക് പറഞ്ഞ വാക്ക് അനുസരിക്കുന്ന ശക്തികളാണ് ദൈവീക ശക്തികളെന്ന്. അത് കൊണ്ട് നടത്തി നോക്കുമ്പോഴേ അറിയുള്ളൂ മോനെ. അവിടെ പ്രേതോ ഭൂതോ പിശാചുക്കളോ ഒന്നുമല്ല. അമ്മയിൽ വന്നെത്തുന്ന എല്ലാ തരവും ഉണ്ട്. ഭൂതപ്രേത പിശാചുക്കൾ വരാറുണ്ട്. അവർ പക്ഷേ എൻ്റെ അടുത്ത് എത്താറില്ല. അതിന് മുന്നേ തന്നെ അവർ ഒഴിവാക്കേണ്ട രീതിയിൽ ഒഴിവാക്കും. പക്ഷെ നല്ല ശക്തികൾ വന്നു കഴിഞ്ഞാൽ അവർക്ക് വേണ്ടുന്നത് ഇനിയിപ്പോൾ അവരെ, കാരണം ചിലരെ ബന്ധനത്തിലാക്കിയിട്ടുണ്ട്. അതാണ് ഈ ശ്വാസം മുട്ടൽ വരിഞ്ഞ് കെട്ടിയ മാതിരി. ആ ബന്ധനമൊക്കെ മുറിച്ചെടുക്കാൻ അമ്മയ്ക്ക് പ്രയാസമൊന്നുമില്ല. കാരണം മന്ത്രത്തിലാണ് അവർ ബന്ധിക്കുന്നത്. മറുമന്ത്രം ചെയ്തിട്ട് ബന്ധനം മുക്തമാക്കാം. മനസ്സിലാകുന്നുണ്ടോ? അത് നമുക്ക് ഇവിടെ ഇരുന്നാലും ചെയ്യാം. വേറൊരു പിന്നെ ഈ ഹോമങ്ങൾ ചെയ്യുന്നത് എന്തിനെന്ന് പറഞ്ഞാൽ അമ്മയ്ക്ക് പൂജാരിമാരുണ്ട്. ഈ ഓരോരുത്തരുടെ ദുരിതങ്ങളെല്ലാം ഏറ്റെടുത്ത ദൈവിക ഈശ്വരീയതയാണ് ഇവിടെ എത്തുന്നത്. ഇപ്പോൾ കുഞ്ഞ് ഒരുപാട് ജോലി ചെയ്ത് ക്ഷീണിച്ച് അവശനായി. ആ അവശത മാറ്റിയെടുക്കണമെങ്കിൽ കുഞ്ഞിന് വേണ്ടുന്ന ചികിത്സകൾ കിട്ടണം, അല്ലേ? ശക്തി വേണ്ടുന്ന ശക്തി പൂജകൾ കിട്ടണം, ചൈതന്യം കൂട്ടാനുള്ള ചൈതന്യ പൂജകൾ കിട്ടണം. അതെല്ലാ ദിവസം ഇത്ര ദിവസം കൊണ്ട് അത് ചെയ്യിപ്പിച്ച് അതിനെ പൂർണ്ണമായ പവർ കൊടുത്തിട്ട് വേണം അവർക്ക് കൊടുക്കാൻ. അന്നേരം പിന്നെ അവർക്ക് അവരിൽ കൂടെ നിന്നുകൊണ്ട് അവരാവശ്യപ്പെടുന്നതും എല്ലാ കാര്യങ്ങളും പിന്നെ അങ്ങോട്ട് ചെയ്തു കൊടുക്കും. അവരിൽ ഒരാളായി. അപ്പോൾ ഒരാൾ എവിടെയെങ്കിലും ആ ശക്തിയെ ഏറ്റുവാങ്ങുന്ന ആൾ ഡബിളാണ്, അല്ലേ? ഒരു ശക്തി അവരുടെ കൂടെയുണ്ട്, ഒരാളും. അപ്പോൾ ഈ രണ്ടുപേരും ഒന്നിച്ചൊരു സ്ഥലത്ത് പോയി ഒരു കാര്യം നേടാൻ പോകുമ്പോൾ എന്തായിരിക്കും? പെട്ടെന്ന് കാര്യം. മക്കളുടെ കാര്യമായാലും കുഞ്ഞുങ്ങളുടെ കാര്യമായാലും എല്ലാം അങ്ങനെയാണ്. പഴയ കാലത്ത് അങ്ങനെയായിരുന്നല്ലോ മോനെ. ദൈവീകത കൂടെ ഉള്ളതുകൊണ്ട് ഇപ്പം എന്താ പൂജാരിമാരൊക്കെ നടക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് പറയാം, പൂജാരിമാരെന്ന് പറയുന്നത് ഒരു സാധാരണ നമ്മളെപ്പോലുള്ള മനുഷ്യർ തന്നെയല്ലേ. അവർ ഒരു പൂജയ്ക്ക് പോയി കഴിഞ്ഞാൽ അവരുടെ കുലദേവതകളെ, അതായത് കുലദേവതകളെ കൈവഴിയാതെ അവർ കുലദേവതകളെയും മൂർത്തികളെയും അവരെന്ത് ചെയ്യും? യഥാവിധി ഏതാണോ കുലദേവത, ഇപ്പോൾ ഉദാഹരണത്തിന് ഭദ്രകാളിയാണെങ്കിൽ ഭദ്രകാളിയെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് അവർ ഈ മുദ്രകൾ കാണിക്കണേ. ശിരസിന് ഇന്ന ആള്, എൻ്റെ തോളിനെ, കർണങ്ങളെ, നാസികയെ, എല്ലാത്തിനെയും നീ രക്ഷിച്ച് കാത്തുകൊള്ളു. ഞാൻ വെറും ഒരു ഉപകരണം മാത്രം. അവർ വെറും ഉപകരണമാണ്. അവരിലൂടെ നിന്ന് ചെയ്യുന്നത് ആരാ? അവരുടെ കുലദേവത. മനസ്സിലാകുന്നുണ്ടോ? ചില പൂജാരിമാരെ നിങ്ങൾ ഇൻ്റർവ്യൂ നടത്തുമ്പോൾ പറയാറില്ലേ, കുലദേവത ആണ് നമ്മളെ സംരക്ഷിച്ചു കൊണ്ട് നടക്കുന്നത്. പൂജയിൽ എന്തെങ്കിലും ഒരു തെറ്റ് പറ്റിക്കഴിഞ്ഞാൽ നമ്മുടെ അമ്മ നമ്മളെ സംരക്ഷിക്കുന്നുണ്ട്, നമ്മളെ കാത്തുകൊള്ളുന്നുണ്ട്, അടി വരാതെ കാത്തുകൊള്ളുന്നുണ്ട്. അടി വരും. കാരണം ചില സ്ഥലങ്ങളിൽ വലിയ പവറുള്ള ശക്തികളായിരിക്കും, ഇതിലും വലിയ പവറുള്ള ശക്തികളായിരിക്കും ഇരിക്കുന്നത്. അപ്പോൾ ശക്തിക്ക് ശക്തികളെ തമ്മിൽ മനസ്സിലാകുന്നുണ്ടോ? അവർ തമ്മിൽ അതിനുള്ള നീക്കുപോക്ക് നടത്തിക്കോളും. അതേസമയം ഇനിയിപ്പോൾ ചോദിക്കാൻ വന്നത് മറ്റു പ്രേതങ്ങളോ ഭൂതങ്ങളോ മറ്റു കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അതെല്ലാം അത് അവർ ഒഴിവാക്കും ഹോമത്തിലൂടെ. അതിനാണ് ഹോമിക്കുക എന്ന് പറയുന്നത്. മന്ത്രം ചൊല്ലുമ്പോൾ മന്ത്രമല്ല ഈ ശക്തികളെ പിടിച്ചുകൊണ്ട് നിർന്നത്, മന്ത്രത്തിൻ്റെ ത്രിദേവതയുണ്ട്. ഈ ബാധാദോഷങ്ങൾ മാത്രമല്ല, അപ്പൊ അതിനപ്പുറത്തേക്ക് ഇപ്പോ കണ്ണേറ് അല്ലെങ്കിൽ കൈവിഷമുണ്ട്, ഇത്തരത്തിലുള്ള വിഷയങ്ങൾ എങ്ങനെയാണ് മാറ്റി കൊടുക്കുന്നത്? ഇവിടെ വരുന്നതിൽ ചിലര് പറഞ്ഞു വെച്ചാൽ ഇപ്പൊ അന്യദേശത്തിരിക്കുന്നവര് മക്കളെ വിളിച്ചിട്ട് പറയാം, അമ്മ ഒരുപാട് സ്ഥലങ്ങളിൽ പോയിട്ട് ഞങ്ങൾ കൈവിഷം മാറ്റിയെടുത്തിട്ടുണ്ട്, പക്ഷെ ഇന്ന ആളുകളെ ഞങ്ങളെ കണ്ടിട്ട് കൈവിഷം മാറ്റി തന്നു. പക്ഷേ ഈ ഒരു ചില സമയങ്ങളിൽ അവരുടേതായ ആവശ്യങ്ങൾ പറയുമ്പോൾ ഞങ്ങൾ അവർക്ക് വേണ്ടുന്നത് എത്തിച്ചു കൊടുക്കും. പക്ഷെ അത് പിന്നെ ആകുമ്പോൾ സ്ഥിരം ഞങ്ങൾ അവരുടെ ഒരു അടിമ പോലെ. അപ്പോൾ ഇതിൻ്റെ കാരണം എന്താണെന്ന് അവർ ചോദിക്കലുണ്ട്. അപ്പോൾ അതാ പറഞ്ഞത്, വേറൊരാളുടേത് ഒരാൾ എടുത്ത് മാറ്റിയപ്പോൾ ഒരു ഡോക്ടറിനെ കാണാൻ പോയി, ആ ഡോക്ടർ മരുന്ന് കൊടുത്ത്
ഭേദമാക്കിയ സൂക്കേട് വേറൊരു ഡോക്ടർ പറയും ഇത് മാറിയിട്ടില്ല, ഇത് നിങ്ങൾക്ക് ഇനിയും ഉണ്ടെന്ന് പറഞ്ഞിട്ട് ആ ഡോക്ടർ വേറെ മരുന്ന് കൊടുക്കുക എന്ന് പറയും പോലത്തെ ഒരു അവസ്ഥയായി ഇപ്പോൾ. അപ്പോൾ ഇവരുടെ ദൂരത്തിരിക്കുന്ന കുട്ടികളുമാണ്. അവർക്ക് ഉള്ളിലേക്ക് ഒരു ഔഷധം എന്ന് പറഞ്ഞാൽ അമ്മയെ സംബന്ധിച്ച് ഒരു ഇളനീര കൊടുക്കുക, അല്ലെങ്കിൽ ഒരു കഷണം കൽക്കണ്ട കൊടുക്കുക, അത് മതി അവർക്ക്, അത് നശിച്ചു പോകാൻ, ഇല്ലാതായി പോകാൻ. പക്ഷെ ദൂരത്തിരിക്കുന്ന മക്കൾക്ക്, കണ്ണെത്താ ദൂരത്ത് കടലുകൾ 7 കടലിൽ കഴിഞ്ഞിരിക്കുന്നവർക്ക് സാധ്യമല്ലാത്തതുകൊണ്ട് അവർക്ക് മന്ത്രം അയച്ചു കൊടുക്കും. ആ മന്ത്രം ചൊല്ലുമ്പോൾ ഇവരുടെ ഉള്ളിൽ കിടക്കുന്ന സാധനത്തിന് കിടക്കപ്പുറത്തിയില്ല. അമ്മ പറഞ്ഞു കൊടുക്കാറുണ്ട്, വയറിൻ്റെ വലതുഭാഗത്ത് വേദന ഉണ്ടാവും, പിന്നെ അവിടെ ഒരു അല്ല ഹൃദയത്തിൻ്റെ ഈ ഭാഗത്ത്, കരളിൻ്റെ ഈ ഭാഗത്തൊരു സ്തംഭനം കാണുന്നുണ്ട്. ഇപ്പോൾ ഇതെല്ലാം അവർക്ക് അനുഭവത്തിലുള്ളതാണ്, അവരനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഈ മന്ത്രം ചൊല്ലുമ്പോൾ ഇതിനകത്ത് കിടക്കുന്ന സാധനങ്ങൾക്ക് പുറത്ത് ചാടണം. അവർ പുറത്ത് ചാടിയിട്ട് അവരെ പേടിപ്പിക്കാൻ നോക്കുക, അലറി വിളിക്കാൻ നോക്കുക, അങ്ങനെ ഇങ്ങനെ പല രീതിയിലാണ് ഇപ്പോൾ ആൾക്കാരെ എന്താ പറയുക, വാളെടുത്തവനെല്ലാം വെളിച്ചപ്പാടാകുകയാണ്. അത് കാരണം ഇപ്പോൾ ഒരുപാട് പേര് ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരെയും കൈനീട്ടി സ്വീകരിക്കില്ല. കാരണം അത്യാവശ്യം 1-2 പേർക്ക് ഇവിടെ എത്താൻ പറ്റുന്നവർക്ക്, ഓരോരുത്തർക്കും അവരവരുടേതായ ഒരു രീതി ഉണ്ടല്ലോ. ഈ പറഞ്ഞ പോലെ ഇന്ന സ്ഥലത്ത് ഇന്നാർക്ക് എത്തണം, എത്തിയേ മതിയാവുള്ളൂ എന്നുള്ള വിധി ഉണ്ടെങ്കിൽ അവരെത്തും. അങ്ങനെയുള്ളവർ മാത്രം ഇവിടെ ഇപ്പോൾ എത്തിക്കൊണ്ടിരിക്കണം. അപ്പോൾ അവരുടെ കാര്യങ്ങൾ ക്ലീനാക്കി വിടുക. അവർ മറ്റൊരു സ്ഥലത്ത് പോയി ഇനി ഈ പറഞ്ഞ പോലെ തട്ടിപ്പിലോ പോയി അബദ്ധത്തിൽ വീഴാൻ പാടില്ല. പിന്നെ ചിലർ ചോദിക്കും, അമ്മ ദീക്ഷ കൊടുക്കുമോ? അമ്മ ദീക്ഷ കൊടുക്കുന്ന ആളല്ല, ഗുരുവല്ല. മനസ്സിലായ? അപ്പോൾ ചോദിക്കാം, ഗുരു അല്ലെങ്കിൽ പിന്നെ ആരാണ്? എന്നെ ആരായിട്ട് നിങ്ങൾ കാണുന്നു ആ ആളായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അത് ഉറപ്പായിട്ട് അങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് എൻ്റെ കുട്ടികൾ. മനസ്സിലായില്ലേ? അത് ഇവിടെ നല്ല എവിടെ ഇരുന്നു. അപ്പോൾ അവർക്ക് മന്ത്രങ്ങളാണ് കൊടുക്കുക. ഇനിയുള്ള കാലത്ത് മന്ത്രം അത്യാവശ്യമാണ്. കാരണം കാലപ്പഴക്കത്തിൽ മന്ത്രങ്ങൾ അപ്പൂപ്പന്മാർ കൊടുക്കാത്തതിൻ്റെ പേരിൽ എൻ്റെ വലിയച്ഛ, എൻ്റെ അമ്മൂമ്മ, എൻ്റെ അപ്പൂപ്പ, പിന്നെ കാലം കഴിഞ്ഞ് വരുന്ന മക്കൾക്ക് അറിയില്ല അവരെന്താ വിളിച്ചതെന്ന്, എന്താ പറഞ്ഞിരുന്നതെന്ന്. അതുകൊണ്ട് ഇനിയുള്ള കുട്ടികൾക്കെങ്കിലും നിങ്ങൾ ഇന്നത് വിളിക്കുക, ഇന്നത് പറയേ, അപ്പോൾ നിങ്ങളുടെ കുട്ടികളും അത് കേട്ട് മനസ്സിലാക്കും. ഇനി നിങ്ങളുടെ കുട്ടികൾക്ക് കൈമാറി കൊടുക്കാൻ അവർക്ക് ഇഷ്ടമില്ലേ, അയ്യോ ഞങ്ങൾക്ക് വേണ്ട, ഈ വക സാധനങ്ങളെ കൊണ്ട് നടത്താൻ വേണ്ട എന്ന് പറയുകയാണെങ്കിൽ നിങ്ങളോടുകൂടി നിങ്ങളുടെ ജീവൻ പൊലിയുന്ന സമയത്ത് ഈ ശക്തി എവിടെയാണോ എത്തേണ്ടത് അവിടത്തേക്ക് ലയിക്കും. പ്രകൃതി വിശാലമായി കിടക്കുകയല്ലേ. പ്രകൃതിയുടെ മടിത്തട്ടിൽ വിലയം ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടോ മോനെ? ഇല്ല. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ ചെയ്യേണ്ടത്. പ്രകൃതിയെ നമ്മൾ എത്രത്തോളം ആശ്രയിക്കുന്നോ പ്രകൃതി നമ്മളെ അതേപോലെ പൊതിഞ്ഞ് കാത്ത് സൂക്ഷിച്ചു കൊടുക്കും. എനിക്ക് നിങ്ങളെ മാതിരിയുള്ള മക്കളോട് പറയാനുള്ള ഒരേ ഒരു കാര്യം, നിങ്ങൾ പ്രകൃതിയെ നിങ്ങൾ എന്തായി കാണുന്നു അതായി തന്നെ പ്രകൃതി നിങ്ങളെയും കാണും. നിങ്ങൾക്ക് അമ്മയാണോ പ്രകൃതി? അമ്മ തന്നെ. പ്രകൃതി നിങ്ങൾക്ക് ശ്വാസമാണോ? നിങ്ങൾക്ക് ശ്വാസമാണ്. അപ്പോൾ ഇതെല്ലാം ആണെങ്കിലും നിങ്ങളെപ്പോലുള്ള ഒത്തിരി പേര് ഒത്തുകൂടി പ്രകൃതിയെ സംരക്ഷിക്കാനുള്ള ഒരു ഊർജ്ജം നിങ്ങൾക്ക് വേണമെന്ന് പറഞ്ഞ് ഇവിടെ വന്നോളൂ. അത് ഉറപ്പായിട്ടും ഇവിടെ നിന്ന് കിട്ടും. എന്താണെങ്കിലും ഒരുപാട് സന്തോഷമുണ്ട്. നമ്മൾ ഒരുപാട് ടോപ്പിക്കുകൾ സംസാരിച്ചു. ഇനിയും മറ്റൊരു എപ്പിസോഡായിട്ട് മറ്റൊരു ദിവസം ഇരിക്കാം. ഒരുപാട് നന്ദി.